ഇന്ന് എനിക്ക് പർപ്പിൾ എന്നൊരു ബോക്സ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. എല്ലാം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സാണ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടിരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഡക്ട്സാണ്. ഫസ്റ്റ് വൺ ഈ ഒരു മസ്കാരയാണ്. സംഭവം നല്ലതാണ്, നല്ല സ്ട്രൈറ്റും ആക്കും, നല്ല രീതിക്ക് ഇതുമാണ്. പിന്നെ നമ്മുടെ ഡംഡോക്കിൻ്റെ ഈ ഒരു നിയാസനമേഡിൻ്റെ ഒരു ഇതാണ്, എസെൻസ് ഓയിലാണ്. അത് ഞാൻ ഇന്നും രാത്രി യൂസ് ആക്കാറുണ്ട്. ഇതെനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്കിന്നിലുണ്ടായിരുന്ന ഒരു കറുത്ത പാടൊക്കെ കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ട് ഞാനിതൊരു 2 ബോട്ടിലും കൂടി വാങ്ങിച്ചായിരുന്നു. ഓൾറെഡി ഒന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഞാൻ ഒന്നും കൂടി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ആക്കിയിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ് ഫേസസ് കാനഡയുടെ. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒത്തിരി അങ്ങോട്ട് വൈറ്റ് കാസ്റ്റും ഇല്ല, പിന്നെ നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അത് അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ സ്കിൻ കളറിനോട് ചേരുന്ന രീതിയിലുള്ള ഞാൻ സെലക്ട് ചെയ്തെടുത്തായിരുന്നേ. ഒത്തിരി അങ്ങോട്ട് ബ്രൈറ്റായിട്ട് നിൽക്കത്തുമില്ല, എന്നാൽ സംഭവം നല്ല ലൈറ്റ് വെയ്റ്റും ആയിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഗാർണിയറിൻ്റെ ഒരു വൈറ്റമിൻ സി ഫേസ് വാഷാണ്. സംഭവം ഇത് സൂപ്പറാണ് കേട്ടോ. നമ്മളിത് യൂസ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡേർട്ടെല്ലാം പോയി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു 4 ടാൽക്ക് വാങ്ങിച്ചായിരുന്നു. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. എല്ലാ പ്രൊഡക്റ്റ് ഇതിൽ എന്തായാലും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടുള്ളത് ഞാൻ കാണിച്ചേക്കാവേ. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഞാനൊരു അഡിക്റ്റാണ് ആക്ച്വലി ഇതിന്.